ശരി ശ്രീ കെ സോമനിലേക്ക് വിടും. ശ്രീ കെ സോമൻ, ഭരണവും സമരവും എന്നതാണ് കേരളത്തിൽ ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട ഒരു ആശയം തന്നെ. അപ്പോൾ ഭരണത്തിലിരിക്കുകയും എന്നാൽ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുകയും ചെയ്യുക. കേന്ദ്ര സർക്കാരിനെതിരെ, കേന്ദ്ര നയങ്ങൾക്കെതിരെ ഡൽഹിയിൽ വന്ന് സമരം ചെയ്തിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, താങ്കൾക്കറിയാം. ഇവിടെ ഗവർണറുമായി ഉണ്ടായ ഏറ്റുമുട്ടലുകളും നമുക്കറിയാം. ഗവർണറെ കേന്ദ്രത്തിൻ്റെ ഒരു ഏജന്റായി ഉപയോഗിക്കുന്നു സംസ്ഥാന സർക്കാരിനെതിരെ എന്നതായിരുന്നു അക്കാലത്ത് കേരളത്തിൻ്റെ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. ഇന്നിപ്പോൾ ഗവർണറായി എത്തിയ ശ്രീ അർലേക്കറിനെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടാണ് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ കേന്ദ്ര ധനമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ കോൺഗ്രസിന് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് നേരത്തെ തന്നെയുള്ള ഒരു രാഷ്ട്രീയ ആരോപണമുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഒത്തുതീർപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ BJP-യുമായി ഒരു ബാന്ധവം, ഒരു മധ്യസ്ഥന്റെ സഹായത്തോടു കൂടിയുള്ള ഒരു കോംപ്രമൈസിങ് ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു വിമർശനത്തിന് ഇത്തരം കൂടിക്കാഴ്ച ഇടയാക്കുന്നതിനെ താങ്കൾ എങ്ങനെ കാണുന്നു ശ്രീ കെ സോമൻ? എന്ത് ഫലമാണ് ഈ കൂടിക്കാഴ്ചയിൽ നിന്ന് കേരളത്തിന്റെ നന്മ ആഗ്രഹിക്കുന്നവർക്ക് ലഭിക്കാനുള്ളത്? ശ്രീ ഗോപികൃഷ്ണൻ, ഇന്ന് നടന്നിട്ടുള്ള ഈ ചർച്ച അത് അനൗപചാരികമായിട്ടുള്ള ചർച്ചയാണ് എന്ന നിലയിൽ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. ഔപചാരികമായിട്ടുള്ള ഒരു സ്വഭാവം അതിനില്ല എന്നുള്ളത് ഒരു ബോധ്യവുമാണ് നമുക്ക്. ഞാൻ കേരളത്തിൻ്റെ ബഹുമാന്യനായ ഗവർണറെ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. ഒരു സൗഹാർദ്ദ വികസന സമീപനം, അതിന് ഇന്നത്തെ ഈ ചർച്ച അല്ലെങ്കിൽ ഈ കൂടിക്കാഴ്ച വഴി തുറക്കുമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി കരുതുന്നത്. ശ്രീ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ സമരവും ഭരണവും ഒരുമിച്ച് നടക്കുന്നു എന്ന് പറയുന്ന ഇടതുപക്ഷ ശൈലി, അത് ഒരു വശത്ത് നടക്കട്ടെ. ധാരാളം സമരങ്ങൾ കേരളം കണ്ടതാണ്. ഡൽഹിയിൽ പോയി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സമരം നടത്തുന്നത് മാത്രമല്ല, ബഹുമാനപ്പെട്ട കോടതിയെ പല ആവശ്യങ്ങൾ പറഞ്ഞ് സമീപിക്കുകയും ആ കോടതിയിലെ സമീപനത്തിൻ്റെ സാഹചര്യം ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ളതും നമുക്കറിയാവുന്നതാണ്. ഈ സന്ദർഭത്തിലും കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിനെ നയിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീമതി KC വേണുഗോപാലിൻ്റെ അബദ്ധജടിലമായിട്ടുള്ള ഒരു സമീപനം, അത് ക്ഷീരമുള്ള അകടിൻ ചുവട്ടിലും ചോര തൻ്റെ കൊതുകിന് കൗതുകം എന്ന നിലയിലുള്ള ഒരു രാഷ്ട്രീയ സമീപനമാണ്. നമ്മുടെ ഇന്നുണ്ടായിട്ടുള്ള ഈ കൂടിക്കാഴ്ചയിൽ ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങൾ പല സന്ദർഭങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്നു കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ചിറ്റമ്മ നയമുണ്ടെന്ന് പറയുകയാണ്. ഇത് തന്നെ ഇടതുപക്ഷവും പറയുകയാണ്. ഇക്കാര്യത്തിൽ ഇവർ ഒരുമിച്ച് ഒരു ആഖ്യാനം ചമച്ചുകൊണ്ട് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി അത് തുടർന്നു പറയുകയാണ്, അത് ആവർത്തിക്കുകയാണ്. പക്ഷേ എന്താണ് വസ്തുതയെന്ന് നോക്കിയാൽ UPA ഭരണകാലത്തിൻ്റെയും മോദി ഭരണകാലത്തിൻ്റെയും സമീപനം എന്താണെന്ന് നോക്കിയാൽ കേരളത്തോട് ഏത് രംഗത്താണ് ചിറ്റമ്മ നയം സ്വീകരിച്ചതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇടതുപക്ഷത്തിനു കൂടി പങ്കാളിത്തമുണ്ടായിരുന്ന മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് നൽകാത്ത സഹായം വിവിധ മേഖലകളിൽ കേന്ദ്രം കേരളത്തിന് നൽകിയിട്ടുണ്ട്, മോദി സർക്കാർ നൽകിയിട്ടുണ്ട്. ഈ ബഡ്ജറ്റ് എടുത്ത് പരിശോധിച്ചാലും റെയിൽവേ രംഗത്താണെങ്കിലും തീരദേശവുമായി ബന്ധപ്പെട്ട മേഖലകളാണെങ്കിലും കാർഷിക മേഖലയാണെങ്കിലും ഒരു വ്യത്യാസവുമില്ലാത്ത പരിഗണന കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആവശ്യങ്ങൾ കൂടുതലാണ്. നമ്മളൊരു മികച്ച മുന്നേറ്റം നടത്തിയിട്ടുള്ള സാമൂഹ്യ പുരോഗതി നേടിയ സംസ്ഥാനമാണ്. നമുക്ക് കൂടുതൽ ആവശ്യങ്ങൾ അനിവാര്യമാണ്, ആവശ്യമാണ്. ഇപ്പൊ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിധിയിലാണല്ലോ. വായ്പാ പരിധി ഉയർത്തിക്കൊണ്ടുവരണം. അത് 3% നിന്ന് കഴിഞ്ഞ ബഡ്ജറ്റിലാണല്ലോ ശ്രീ ഗോപികൃഷ്ണൻ 3.5% ഉയർത്തിക്കൊണ്ട് വന്നത്. അതുപോലെ വീണ്ടും വേണമെന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ച സമയത്ത് അത് ഭരണഘടനാ വിഷയമാണ് എന്ന നിലയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. ആ സമീപനത്തിൽ സുപ്രീം കോടതി അന്തിമമായ തീരുമാനമെടുക്കട്ടെ. ഇന്നത്തെ ചർച്ച നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സൗഹാർദ്ദമായിട്ടുള്ള വികസന രാഷ്ട്രീയത്തിൻ്റെ മുന്നോട്ട് പോക്കിന് തുടക്കം കുറിക്കുന്ന തരത്തിലാകണമെന്ന് BJP ആഗ്രഹിക്കുകയാണ്. അതിൽ ബഹുമാനപ്പെട്ട ഗവർണർ വ്യത്യസ്തമായ ഒരു ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട ഗോപികൃഷ്ണന്റെ ചോദ്യത്തിൽ കഴിഞ്ഞ ഗവർണറെ ഒന്ന് ഇകഴ്ത്തി കാണിക്കാനുള്ള ഒരു ശ്രമമുണ്ട്. കഴിഞ്ഞ ഗവർണറും ഈ നിലയിലുള്ള ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയതാണ്. പക്ഷെ നമുക്കറിയാം, അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കാനും അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനും അദ്ദേഹത്തെ അപമാനിക്കാനും അദ്ദേഹത്തെ ആക്രമിക്കാനും
ഉള്ള ശ്രമമുണ്ടായ സമയത്ത് ആ ഒരു സൗഹാർദ്ദം നഷ്ടപ്പെടുകയും പരസ്പര വൈരത്തിൻ്റെതായിട്ടുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരികയും ചെയ്തു. എന്നാൽ പുതിയതായി വന്ന ഗവർണർ വ്യത്യസ്തമായ സമീപനം സ്വീകരിച്ചിരിക്കുന്നു. എൻ്റെ ഓർമ്മയിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബഹുമാനപ്പെട്ട സമ്പത്ത് സാർ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. എം പിമാരെ ഒരു ഗവർണർ ഒരുമിച്ച് വിളിച്ച് ഒരു വിരുന്നു നൽകി നമ്മുടെ നാടിൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് പഠിക്കാനും അത് മനസ്സിലാക്കാനും നടത്തിയിട്ടുള്ള ശ്രമം ഇദം പ്രഥമമാണ്. അതിൻ്റെ തുടർച്ചയെന്ന നിലയിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യമന്ത്രി കാണാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രിക്കൊപ്പം പോയിക്കൊണ്ട് കേരളത്തിൻ്റെ വികസന ആവശ്യങ്ങൾ, കൂടുതൽ ആവശ്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സമീപനത്തെ നമ്മൾ തീർച്ചയായും അല്ല ശ്രീ കെ സോമൻ, ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. അതായത് ഏത് കാര്യമാകട്ടെ, ഇപ്പൊ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വയബിലിറ്റി ഗ്യാപ്പ്, ഒറ്റ സെക്കൻഡ്, വിഴിഞ്ഞം തുറമുഖത്തിന്റെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യം, കേരളത്തിന്റെ വായ്പാ പരിധി വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം, മുണ്ടക്കൈ ചുരൽമല വായ്പാ വിനിയോഗ കാലാവധി നീട്ടണം എന്നത്, എയിംസ് എന്ന ദീർഘകാലമായിട്ടുള്ള കേരളത്തിന്റെ ആവശ്യം, ഈ വായ്പാ പരിധിയുമായി ബന്ധപ്പെട്ട് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിലെ ആവശ്യം, വയനാട് ദുരന്ത നിവാരണത്തിന് വേണ്ടി 2000 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് വേണമെന്ന ആവശ്യം, ഇങ്ങനെ തുടങ്ങി കേരളം ഈ സമീപകാലത്ത് കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പിന്തുണയും സഹായവും സഹകരണവും സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളിലും അത് നൽകാൻ കഴിയുന്ന സാഹചര്യമില്ല എന്ന് പാർലമെന്റിനകത്തും പുറത്തും നേതാക്കളും മന്ത്രിമാരും ആവർത്തിച്ച് കേരളത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഇത് ഒരു പുതിയ രാഷ്ട്രീയ സമീപനത്തിന്റെ തുടക്കമെന്ന നിലയിലും ഫെഡറൽ സംവിധാനത്തെ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളുടെ ഭാഗം എന്ന നിലയിലുമൊക്കെ പരിഗണിക്കാൻ കഴിയുക? അങ്ങനെ വേണമെങ്കിൽ ഇതിന് അനുകൂലമായ ഒരു സമീപനം കേരളത്തിന് ഫലത്തിൽ, പ്രായോഗിക തലത്തിൽ കേരളത്തിന് അനുഭവമായി വരണം. അങ്ങനെ വരുമ്പോൾ കേന്ദ്ര സർക്കാർ ഇതുവരെ പറഞ്ഞ ന്യായങ്ങളൊക്കെ തെറ്റാണെന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ തെളിയാൻ പോവുകയാണ്. അതിന് ആ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് സൗഹൃദ സംഭാഷണമാണെന്ന് പറയുമ്പോഴും ഒരു കൂടിക്കാഴ്ച നടന്നു, പ്രശ്നങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴും ഇത് ഫലപ്രാപ്തിയിൽ എത്തുന്നത് എപ്പോൾ, എങ്ങനെ എന്നതിൽ സംശയം ഇപ്പോഴും കടുത്തു നിൽക്കുന്നത്. ശ്രീ ഗോപികൃഷ്ണൻ, 2024 നവംബർ മാസം 2-ാം തീയതി 535 കോടി രൂപ വയനാടുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ കത്തുകൊടുത്തു. കേന്ദ്ര സർക്കാർ 529 കോടി രൂപ അനുവദിച്ചു വായ്പയായി. മാർച്ച് 31 മുമ്പ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഈ മാസം 27-ാം തീയതി വയനാട്ടിലെ ടൗൺഷിപ്പിന് തറക്കല്ലിടുമെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്വാഭാവികമാണ്. അല്ല ശ്രീ കെ സോമൻ, 2000 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് കേരളം ചോദിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയത് 529.5 കോടി രൂപയുടെ വായ്പയാണ്, വായ്പ, ലോൺ. അത് ദീർഘകാലത്തേക്ക് പലിശരഹിതമായ വായ്പ കൊടുത്തു എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇവർ ആവശ്യപ്പെട്ടതാണ്. 535 കോടി രൂപ ചോദിച്ചു, 529.5 കോടി രൂപ കൊടുത്തു, പലിശരഹിത വായ്പയായി കൊടുത്തു, അതിനൊരു കാലാവധി നിശ്ചയിച്ചു. വായ്പയല്ല ചോദിച്ചത് എന്ന് പറഞ്ഞാൽ സമ്പത്ത് സാറേ, 700 കോടി രൂപ പാവപ്പെട്ടവന്റെ കുടുക്ക പൊട്ടിച്ച്, ഞാൻ രാഷ്ട്രീയം പറയണ്ട, ഇത് മറ്റു തരത്തിലേക്ക് ചർച്ച പോകരുത് എന്ന കരുതലോടെ ഞാൻ വർത്തമാനം പറയുമ്പോൾ അങ്ങ് വായ്പയല്ല ചോദിച്ചതെന്ന് പറഞ്ഞാൽ നാട്ടിലെ സാധാരണക്കാരന്റെ കയ്യിലെ പൈസ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തിയത് 700-ലധികം കോടി രൂപ കയ്യിലില്ലേ എന്ന് കേരളത്തിന്റെ ഹൈക്കോടതി ചോദിച്ചില്ലേ? അതിൽ 75% നിങ്ങൾ ചെലവഴിച്ച് തിരികെ വരൂ, ബാക്കി കാര്യം ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് എന്താണ് സംസ്ഥാന സർക്കാരിന്റെ സമീപനം? എന്താണ്? വയനാടുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തോ? അത് കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ നിയമസഭയിലടക്കം ചർച്ച വന്നപ്പോ സംസ്ഥാന സർക്കാരിന്റെ സമീപനം എന്തായിരുന്നു? അവിടെ പാവപ്പെട്ടവന് വാടക കൊടുക്കാൻ കഴിയുന്നുണ്ടോ സംസ്ഥാന സർക്കാരിന്? 6000 രൂപയ്ക്ക് സമ്പത്ത് സാറേ ഒരു കുടുംബത്തിന് താമസിക്കാൻ സാധിക്കുന്ന വാടക വീട് വയനാട്ടിൽ എവിടെയാണ് കിട്ടുന്നത്? അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ വളരെ വലുതാണ്. സംസ്ഥാനത്തിന്റെ ധനവിനിയോഗത്തിലെ ദുർച്ചെലവുകൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഈ സംസ്ഥാന സർക്കാരിന്റെ കാലത്ത് നിന്നുണ്ടോ? നമ്മൾ ഈ ആശാവർക്കർമാരുടെ സമരം ഇവിടെ നടക്കുന്ന സന്ദർഭത്തിലാണല്ലോ സമരവും ഭരണവും ഒരുമിച്ച് കൊണ്ടുപോകുമെന്ന് ഗോപികൃഷ്ണ അങ്ങ് പറയുന്നത്. നോക്കൂ, ഇപ്പോഴും സാമ്പത്തിക രംഗത്ത് കെടുകാര്യസ്ഥതയും ദുർച്ചെലവും ധൂർത്തും കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരിൽ എത്ര CPM മുഖ്യമന്ത്രിമാരാണ് ഇങ്ങനെ അംഗരക്ഷകരുടെ അതീവ സുരക്ഷാ വലയത്തിൽ കേരളത്തിൽ സഞ്ചരിച്ചിട്ടുള്ളത്? സമ്പത്ത് സാറേ, എന്താണ് നമ്മുടെ സംസ്ഥാനത്ത് അത്രയും വലിയ ഭീഷണി കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടോ? അതുകൊണ്ട് മുണ്ട് മുറുക്കി ഉടുക്കണമെന്ന് പാവപ്പെട്ടവനോട് പറയുകയും
ഇപ്പോൾ അവസാനിച്ച കൊല്ലത്തെ സംസ്ഥാന സമ്മേളനം വലിയ നികുതി രാജ് കേരളത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പാവപ്പെട്ടവന്റെ പോക്കറ്റ് കൈയിട്ട് വാരുകയും ചെയ്യുമ്പോൾ ദുർച്ചെലവ് ഒഴിവാക്കാൻ, അഴിമതി ഇല്ലാതാക്കാൻ, സാമ്പത്തിക കെടുകാര്യസ്ഥത ഇല്ലാതാക്കാൻ ഒരു ശ്രമവും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല. അതുകൂടി ഉണ്ടായിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ കൂടുതൽ സഹായം പിടിച്ചു വാങ്ങാൻ വേണ്ടി, നേടിയെടുക്കാൻ വേണ്ടി ഒരു സൗഹാർദ്ദ രാഷ്ട്രീയത്തിന്റെ സന്ദർഭമായി ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയും മറ്റും മാറട്ടെ എന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി